ഹായ് ഹലോ. അങ്ങനെ ഇന്ന് ഞായറാഴ്ചയായിട്ട് പള്ളിയിൽ പോയിട്ട് വന്നു. പള്ളിയിൽ പോയിട്ട് വന്നിട്ട് ഉച്ചയ്ക്ക് എന്നാൽ ഞാനിന്ന് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കണം എന്നൊക്കെയാണ് ആദ്യം പ്ലാൻ ചെയ്തത്. പിന്നെ ഒന്നേന്ന് പറഞ്ഞ് എല്ലാം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചപ്പോൾ അച്ഛൻ ചോദിച്ചു എന്നാൽ ശരി പുറത്ത് പോകാമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ കേൾക്കാഞ്ഞ് ഇരിക്കുമല്ലേ, പുറത്ത് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സ്വർഗം കിട്ടിയൊരു അവസ്ഥയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരാഴ്ച മുഴുവനും വീട്ടിനകത്തിരുന്നേ വെച്ചാൽ ഞായറാഴ്ച ഒരു ദിവസം പുറത്തേക്ക് പോകാമെന്ന് പറയുമ്പോൾ അതൊരു സന്തോഷമല്ലേ. അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങനെ റെഡി ആയിട്ട് എന്നാൽ ശരി പുറത്ത് പോയി ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ പോകാൻ ഇറങ്ങും കേട്ടോ. അപ്പോൾ അച്ഛൻ ഞങ്ങളെങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിന്നതാണ്. ടൂ വീലർ എടുക്കണോ കാർ എടുക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിന്നേ. അപ്പോൾ ഇവിടെ അടുത്തായിട്ടുള്ള ഹോട്ടലിലാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ അടുത്തായിട്ടൊരു ഹോട്ടൽ ഓപ്പൺ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ശരി ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഭയങ്കര ഈ വെയിലത്ത് എങ്ങനെ ടൂ വീലറിനകത്ത് പോകുന്നത്, കാർ എടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ അച്ഛൻ കാർ വെളിയിലെടുത്ത് അങ്ങനെ ഞാനും അപ്പൂസും അച്ഛൻ കൂടെ എന്നാൽ ശരി പോയി ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോകാം കേട്ടോ. ഇന്ന് ബിതികൂട്ടനില്ല. ബിതികൂട്ടന് അവൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ എന്തോ ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങോട്ട് പോയി. അതുകൊണ്ട് ഞങ്ങൾ 3 പേര് മാത്രമേ ഇന്നുള്ളൂ കേട്ടോ. ഞങ്ങളിവിടെ വീട് വെക്കുന്ന സമയത്ത് ഒരു വീടുകളില്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ ഫുള്ള് വീടുകളാണ്. അതുപോലെ തന്നെ പുതിയ വീടുകൾ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ റൂട്ട് വന്നപ്പം കുറച്ച് വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുന്നതാണ്. ഞാനിപ്പോഴും പറയുന്നത് പോലെ ബാംഗ്ലൂരിൽ ചില സ്ഥലങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റി മാത്രമല്ലേ ആൾക്കാർ കാണാറുള്ളൂ. ഇങ്ങനെ കുറച്ച് ഉൾഭാഗത്തോട്ടൊന്നും അങ്ങനെ അധികം ആരും വരില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് അകത്തേക്കൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ എടുക്കുന്നത്. ചില സ്ഥലത്ത് റോഡുകളാണ് വലിയ റോഡായിരിക്കും കേട്ടോ. ചിലയിടത്താണെങ്കിൽ ചെറിയ റോഡുകളായിരിക്കും. പക്ഷേ എങ്കിൽ ചിലയിടത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് പോകുന്ന സമയത്താണെങ്കിൽ ആ റോഡിൻ്റെ വലിപ്പം കാണുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനമാണ്. പക്ഷേ ചിലയിടത്താണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ റോഡുകളും ഉണ്ടാവും, അത് വേറൊരു സത്യം. അങ്ങനെ ചെറിയ റോഡുകളൊക്കെ ഞങ്ങൾ ഇനി കടന്ന് ഞങ്ങളൊരു വലിയ റോഡിലേക്ക് വന്നു കേട്ടോ. ഈ റോഡിലൂടെ ഒരു 4 വണ്ടിക്ക് പോകാനുള്ള സ്ഥലം ഉണ്ടാവും. അത്ര വലിപ്പത്തിലാണ് ഒരു റോഡുള്ളത്. എനിക്ക് ഈ റോഡ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ വലിയ ട്രാഫിക് ഉണ്ടാകത്തില്ല. പിന്നെ പറഞ്ഞാൽ സമാധാനമായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും, റോഡിന് വലിപ്പം ഉള്ളതുകൊണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 2-3 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരു പുതിയൊരു ഹോട്ടലായെന്ന് എൻ്റെ ബിരിക്കുട്ടനാണ് പറഞ്ഞത്. അവൻ പോയിട്ടില്ല, അവൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞമ്മ കൊള്ളാമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. എന്നാൽ ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നു. അപ്പോൾ ഞങ്ങളിവിടെ കാറ് കൊണ്ടുവന്നപ്പോൾ കാറ് നിർത്താനെ കൊണ്ട് സ്ഥലമില്ലാഞ്ഞുകൊണ്ട് അപ്പോൾ ഹോട്ടലിൽ ആൾ തന്നെ വന്ന് നമ്മുടെ നിന്ന് ചാവി മേടിച്ചിട്ട് അങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് പോയി. അതുകൊണ്ട് അതൊരു സമാധാനം. അല്ലെങ്കിൽ പിന്നെ പാർക്കിങ്ങിന് സ്ഥലം തേടി പിടിച്ചുകൊണ്ട് നടക്കണം. അങ്ങനെ ശരിയെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്നു. ഇവിടെ വന്നപ്പം സീറ്റ് ഇല്ല, അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ എത്ര പേരാണെന്ന് വെച്ച് 3 പേരെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് കുറച്ച് നേരം നിന്ന സമയത്തിന് ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. അങ്ങനെ ഇവിടെ വന്നു. ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്ത് ഇനി അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ മിക്കവാറും ഈ ഹോട്ടലിലൊക്കെ പോകുന്ന സമയത്ത് എൻ്റെ വാട്ടർ ബോട്ടിലും കൊണ്ടാണ് വരാറ്. അതുകൊണ്ട് ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഞാൻ വെള്ളം എടുക്കാറില്ല. ഞാൻ കൊണ്ടുവരുന്ന വെള്ളമാണ് കുടിക്കുന്നത്. അങ്ങനെ എന്തായാലും കുറച്ച് സലാഡ് ഓർഡർ ചെയ്ത് അത് കഴിഞ്ഞാൽ വെച്ച് വന്നെങ്കിൽ സൂപ്പാണ് കേട്ടോ. മട്ടൻ സൂപ്പ് ഓർഡർ ചെയ്തു. ഞാനിപ്പോൾ എവിടെ പോയി കഴിഞ്ഞാലും മട്ടൻ സൂപ്പ് കുടിക്കും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ആ സലാഡും കൂടെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചിക്കൻ കബാബ് ഓർഡർ ചെയ്തു. ഇവിടെ പിന്നെ ആഹാരം വിളമ്പുന്നത് വാഴയിലക്കകത്താണ്. ഈ വാഴയിലക്കകത്തൊക്കെ ആഹാരം കഴിക്കാൻ അവസരം കിട്ടുന്നത് തീരെ കുറവാണ്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ റൊട്ടി ഓർഡർ ചെയ്തു. റൊട്ടിയുടെ കൂടെ ചിക്കൻ മസാല കറിയായിട്ട് അത് ഓർഡർ ചെയ്തു. അങ്ങനെ എന്തോ ആയാലും അവർ വന്നിട്ട് അതെല്ലാം ഞങ്ങൾക്ക് സെർവ് ചെയ്ത് തന്നു. ഇന്ന് ആക്ച്വലി പറയുകയാണെങ്കിൽ 2 പേര് മിസ്സിംഗ് ആണ്. ബിരിക്കുട്ടനും മിസ്സിംഗ് ആണ്. അത് കഴിഞ്ഞ് എൻ്റെ കസിൻ്റെ മോന്, അവനും ഇന്ന് പള്ളിയിൽ പോകാൻ വന്നില്ല. അങ്ങനെ അവർ 2 പേരും ഇന്ന് മിസ്സിംഗ് ആണ്. അല്ലെങ്കിൽ ഞങ്ങൾ 5 പേരാണ് എവിടെ പോകാനും വരാറ്. പക്ഷേ എങ്കിൽ ഇന്ന് ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. അങ്ങനെ ആദ്യം റൊട്ടിയും ചിക്കൻ കറിയും കൊണ്ടുവന്നു. അതെല്ലാം കഴിച്ച് അത് കഴിഞ്ഞപ്പോഴത്തേനും ബിരിയാണി കൊണ്ടുവന്നു. ബിരിയാണി ഒരു ചിക്കൻ ബിരിയാണിയും പറഞ്ഞു, ഒരു മട്ടൻ ബിരിയാണിയും പറഞ്ഞു. പക്ഷേ എങ്കിൽ ഇതിനകത്ത് എനിക്ക് ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ ഇത് പറയുകയാണെങ്കിൽ എനിക്ക് ഉപ്പ് കുറേ മുന്നിലാണ്. എനിക്ക് അധികം ഉപ്പ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ബിരിയാണിക്കും ഉപ്പിൻ്റെ ടേസ്റ്റ് കുറച്ച് മുന്നിൽ. പിന്നെ അതിനകത്ത് സലാഡൊക്കെ ഒഴിച്ചിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുകയാണ് കേട്ടോ. അതുപോലെ ചിക്കൻ കറിക്ക് നല്ല ഉപ്പായിരുന്നു. പക്ഷേ അപ്പൂസ് പറയുന്നത് അപ്പൂന് കറക്റ്റാണ്. അപ്പൂൻ്റെ കറിക്ക് എന്തായാലും കുറച്ച് ഉപ്പ് കൂടുതലാണ് അവൻ കഴിക്കാറ്. പക്ഷേ എങ്കിൽ എനിക്ക് ഉപ്പ് ഇച്ചിരി കൂടിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ സലാഡൊക്കെ ഒഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ വന്നല്ലേ കഴിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ലാസ്റ്റ് ഒരു ലൈം സോഡയും കൂടെ വാങ്ങിച്ചു, അതും കുടിച്ചു. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു സ്വീറ്റ് കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു സ്വീറ്റ് മേടിച്ചു കേട്ടോ. ഇത് വന്നിട്ട് മഡ്ക കീർ എന്ന് പറഞ്ഞിട്ട് ഇതിനകത്താണെങ്കിൽ ഒരു മാംഗോയും അത് കഴിഞ്ഞിട്ട് പൊമഗ്രനേറ്റ് എന്തൊക്കെയോ ചേർത്തൊക്കെ ആക്കിയ ഒരു സ്വീറ്റാണ്. പക്ഷേ എങ്കിൽ സാധനം കൊള്ളാം. ഇവിടെ എല്ലാത്തിനും നല്ല വിലയാണ് കേട്ടോ. നല്ല വിലയാണ്, റേറ്റ് കൂടുതലാണ്, പിന്നെ ക്വാണ്ടിറ്റി കുറവാണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു പ്രാവശ്യം വന്ന് എക്സ്പീരിയൻസ് ചെയ്തു. എപ്പോഴും ഓരോരോ ഹോട്ടലുകൾ ഇങ്ങനെ മാറി മാറി ടേസ്റ്റ് ചെയ്ത് നോക്കിയെങ്കിലേ നമുക്ക് ആ ഫുഡിനെ കുറിച്ചിട്ട് അറിയത്തുള്ളൂ. അങ്ങനെ അപ്പം ബിരികൂട്ടം പറഞ്ഞപ്പോൾ എന്നാൽ ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ വന്നിട്ട് ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കുകയാണ്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഞായറാഴ്ചത്തെ വിശേഷം ഇതാണ്. ഓരോ ഞായറാഴ്ചകളിൽ ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. അതൊന്ന് കുറച്ച് മൈൻഡ് റിലാക്സ് ആവുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ വീട്ടിനകത്ത് തന്നെ ഇരുന്ന് പ്രാന്ത് പിടിച്ചതന്നെയായിരുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഉടൻ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ, സീ യു.